ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു എന്താ പറയുക നാട്ടുകാരുടെ സ്നേഹവും കുടുംബക്കാരുടെ സ്നേഹവും ഒക്കെ കിട്ടുന്നത്. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി കോടന്നൂരിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും കോടന്നൂരിന്റെ പേര് ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു ദിവസം പോലും കോടന്നൂരിന്റെ പേര് പറയാതെ ഞാൻ ആ വീട്ടിൽ നിന്നിട്ടില്ല. എവിടെയെങ്കിലും ഒക്കെ വെച്ച് ഞാൻ ആരോടെങ്കിലും ഒക്കെ കോടന്നൂർ 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 എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ തിരിച്ചുവരവില് നിങ്ങളുടെയൊക്കെ സ്നേഹം കിട്ടുമ്പോ ഞാൻ അങ്ങനെ പറഞ്ഞതൊക്കെ അർത്ഥവത്തായി എന്ന് അറിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ നാട് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ, അല്ലെങ്കിൽ ഇനിയും ആ പേര് എല്ലായിടത്തും മുഴങ്ങി കേക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടെ ആശംസിക്കുകയാണ്. അപ്പം എന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ഇനി അടുത്ത നാളുകളിൽ നമ്മുടെ അവിടേക്കൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൂടുതൽ നമ്മുടെ നാടിനെ പൊതുജനങ്ങളിലേക്ക് അല്ലെങ്കിൽ മലയാളികളുടെ ഇടയിലേക്ക് നമ്മുടെ കോടന്നൂർ എന്ന് പറയുന്ന വാക്ക് ഇനി കോടന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം മുഴങ്ങി കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോ തീർച്ചയായിട്ടും എന്താ പറയാ, നമുക്ക് അതൊരു പ്രൗഡ് ഫീലിംഗ് ആണ്. അല്ലേ കോടന്നൂർ എന്ന വാക്ക് ഇനി മുഴങ്ങി കേൾക്കണ്ടേ? അതെ, വേണം, തീർച്ചയായിട്ടും വേണം. അപ്പൊ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത, എന്നെ ഇത്രയും എത്തിച്ച നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും ഒരു കാലത്തും ഞാൻ മറക്കില്ല. അപ്പോ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ വീണ്ടും വിനയാന്വിതനായിട്ട് നന്ദി പറയാണ്. സ്നേഹം, നന്ദി, സ്നേഹം.